ഏറ്റവും ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാം. കുഞ്ഞി കൈ നോക്കിയേ, ഇത്രയേ ഉള്ളൂ. 2 കൈ നോക്കിയേ. അച്ചടാ, ഈ കൈ വെച്ചിട്ടാണ് ഈ ബേബി ഇങ്ങനെ മുട്ടുന്നത് അല്ലേ? ശരിക്കും നോക്കണേ, ഈ ഡ്രമ്മിന്റെ എത്ര ഇച്ചു ബേബി ഉള്ളൂ ടോട്ടൽ അല്ലേ? കൈ വേദനിക്കോ ബേബിക്ക് ഇതിങ്ങനെ മുട്ടുമ്പോ? ഇല്ല. ക്യാമറയിലേക്ക് നോക്ക്, ഹായ് പറയൊന്ന്, ഒന്ന് ചിരിക്ക്. അയ്യോ, എനിക്ക് ചിരി കാണുമ്പോഴോ. ഇച്ചുബേബിന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇത് കാണാറുണ്ടോ? എന്നിട്ട് ഇച്ചുബേബിന്റെ ഫ്രണ്ട്സ് എന്താ പറഞ്ഞേ? ഇവനില്ലേ ഏറ്റവും ഇഷ്ടം മുട്ടുന്നതാ. ഈ സംസാരിക്കുന്നൊന്നും തീരെ ഇഷ്ടല്ല അല്ലേ? സംസാരിക്കാൻ ഇഷ്ടാണോ? ഇഷ്ടല്ല. പിന്നെ എന്താ ഇഷ്ടം? എന്താ ഇഷ്ടം? ആമിന ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? 5th ശരിക്കും നിങ്ങൾ നോക്കണം, മനിയൻ ഒരു അസാധ്യ കൊട്ടുകാരനാണെങ്കിൽ ആമിന ഒരു അസാധ്യ പാട്ടുകാരിയാണ്. എന്ത് രസമായിട്ടാ മോളെ പാടുന്നേ. വീട്ടിലാരാ അവന് പ്രാക്ടീസ് ഒക്കെ ചെയ്യിപ്പിക്കാം? ഉമ്മയും ഉമ്മയൊക്കെ ചെയ്യിപ്പിക്കും. പിന്നെ ഞാൻ ഒരു 25 പ്രാവശ്യമൊക്കെ പാട്ട് കേൾക്കും. എന്നിട്ട് റിലിക്സ് എഴുതിയിട്ട് റിലിക്സ് നോക്കി പഠിക്കും. ആമിനയുടെ കയ്യിൽ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ബുക്ക് ഉണ്ട്. ഇന്നത്തെ കുട്ടികളൊക്കെ ഇങ്ങനെ എഴുതിയിട്ടൊക്കെ പാടുമോ? ഞാൻ ജാനകമ്മയുടെ കയ്യിലൊക്കെ കണ്ടിട്ടുണ്ട് ഒരു കുഞ്ഞ പേട്. ഇപ്പത്തെ മക്കളുടെ കയ്യിലൊന്നും ഇങ്ങനെ ഒരു ബുക്കിൽ എഴുതിയ ഒരു ശീലം ഞാൻ കാണുന്നില്ല. ആമിന, ഇപ്പൊ ആമിനെ ഈ പുറത്തൊക്കെ ഇറങ്ങുമ്പോ ആൾക്കാർ പറയൂ ഇത് ആമിനയല്ലേന്ന്? ഞാനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഇത് മറ്റു പാട്ടുകാരിയല്ലേ. ഏത് സിംഗർ ഏറ്റവും ഇഷ്ടം? ശ്രേയ ഘോഷാൽ, പിന്നെ ചിത്ര ചേച്ചി, ജാനകി അമ്മ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടിട്ടുണ്ടോ അവിടെ ആരെങ്കിലും? ഇല്ല. നീ കാണാൻ എന്തായാലും ഒരു ചാൻസ് കിട്ടും, അതെനിക്ക് ഉറപ്പാ. ഞാൻ പറഞ്ഞു കൊടുക്കലൊന്നുമില്ല. ഓനങ്ങ് മുട്ടു. കേൾക്കാത്ത പാട്ട് കേട്ടാലും ഓനങ്ങ് മുട്ടു. അത് മോള് ഏത് പാട്ട് പാടിയാലും ഏത് പാട്ട് പാടിയാലും കലാകാരാ. ഇപ്പൊ ശ്രേയ ചേച്ചിയൊക്കെ പറയുകയാണെങ്കിലോ, ശ്രേയ ചേച്ചിന്റെ കൂടെ ഒരു പാട്ട് പാടണം എന്ന് ആമിനിന്റെ അടുത്ത് പറഞ്ഞ എന്തായിരിക്കും? അയ്യോ, എനിക്ക് വയ്യ. ഭയങ്കര സപ്പോർട്ടാ. ടീച്ചേഴ്സ് മറ്റ് പറയൂ മിത്തുവ നല്ലോണം പാടുന്നുണ്ടല്ലോ അങ്ങനെയൊക്കെ പറയും. ആമിന മിത്തുവ, അതാണ് കേട്ടോ പേര്. നല്ലൊരു പേര്, നമുക്ക് മാച്ച് ആയൊരു പേരും അല്ലേ? ആമിന മിത്തുവ. ഇപ്പൊ ഈ സിനിമയെന്നൊക്കെ അല്ലെങ്കിൽ അങ്ങനത്തെ ആരെങ്കിലും ഒക്കെ മെസ്സേജ് ചെയ്യേ കമന്റ് ചെയ്യൊക്കെ ഉണ്ടായിരുന്നു? ഒരാള് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വിളിച്ചിരുന്നു. അവിടേക്കാ പോയത് റൂട്ട് അല്ലേ? ശരിക്കും സ്കൂളിലൊക്കെ സെലിബ്രിറ്റി ഒരു ഇതാണോ? സെലിബ്രിറ്റി തന്നെയാണോ? ഫ്രണ്ട്സ് എല്ലാം പറയും വലിയ സെലിബ്രിറ്റി അമ്മൊന്നും വേണ്ട. അപ്പൊ എന്ത് തിരിച്ചു പറയും? ഞാൻ പറയും ഞാൻ സെലിബ്രിറ്റി ഒന്നുമല്ല. ഹലോ, വെൽക്കം ടു ഗാലറി വിഷൻ മീഡിയ. ഞാൻ നൈനിഷ. ഇന്ന് എന്റെ കൂടെ 2 ക്യൂട്ട് ഗസ്റ്റ് ഉണ്ട്. ഇവര് ക്യൂട്ടാണോ അതിനേക്കാൾ ഉപരി വലിയൊരു കലാകാരനും കലാകാരിയുമാണ്. നമുക്ക് വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യാം ആമിന ആൻഡ് ഇച്ചു ബേബി. ഹലോ, ഹായ്. ഹായ് പറ. ഹായ്. ഇച്ചു ആരാ? ഇച്ചു എന്തിനാ ഇവിടെ വന്നേ? ഷൂട്ട് ചെയ്യാ. എന്ത് ഷൂട്ട് ചെയ്യാൻ? പറയില്ല കേട്ടോ, ഞങ്ങൾ അധികം പറച്ചിലൊന്നുമില്ല. ഇതെന്താ? ഡ്രം. ഇതെന്താ ചെയ്യാ? മുട്ട. നന്ന് മുട്ടി കാണിച്ചു തരുവോ? ഏത് പാട്ടാ ഫസ്റ്റ് ആമിന പാടാൻ പോകുന്നേ? സൂപ്പർ. ആമിന പാടും, ഇച്ചു ബേബി മുട്ടും അല്ലേ? ഓക്കെ, ചിരിക്കണോ കേട്ടോ. ആ ചിരിയാണോന്ന് ചിരിച്ചേ. ഓക്കെ, ഫസ്റ്റ് ആമിന പാടാൻ പോവാണേ, മുട്ടണേ.
ബേബി ചെയ്ത് ഏറ്റവും ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാം? കുഞ്ഞു കൈ നോക്കിയേ, ഇത്രയേ ഉള്ളൂ, 2 കൈ നോക്കിയേ. അച്ചടാ, ഈ കൈ വെച്ചിട്ടാണ് ഈ ബേബി ഇങ്ങനെ മുട്ടുന്നത് അല്ലേ? ശരിക്കും നോക്കണേ, ഈ ഡ്രമ്മിന്റെ അത്ര ഇച്ചു ബേബി ഉള്ളൂ ടോട്ടൽ അല്ലേ? കൈ വേദനിക്കോ ബേബിക്ക് ഇതിങ്ങനെ മുട്ടുമ്പോ? ഇല്ല. ഇതാരാ പഠിപ്പിച്ചു തന്നെ? നമുക്ക് ഡയലോഗ് ഒന്നും പറയാൻ അത്ര ഇഷ്ടമല്ല, ഓൺലി മുട്ടലാ. ഇതാരാ പഠിപ്പിച്ചു തന്നെ? ഒറ്റക്ക് പഠിച്ചു. എനിക്ക് പഠിപ്പിച്ചു തരുമോ? അതൊക്കെ സ്ക്രൂ ഓണാക്കി താഴെ വീണോലിടോ. എനിക്കൊന്ന് പഠിപ്പിച്ചു തരുമോ? പഠിപ്പിച്ചു തരുമോ? ആർക്കും പഠിപ്പിച്ചൊന്നും തരാൻ പറ്റൂല അല്ലേ? ഇത് ഇങ്ങനെയാണോ മുട്ടേണ്ടത്? ഞാൻ മുട്ടുന്നത് ശരിയാണോന്നൊന്ന് നോക്കുവോ? ഓക്കെ, നോക്കണേ. ഐഷ പാട്. സോറി, ആമിന് പാടൂ. ശരിയാണോ? തെറ്റാണ്. എന്താ തെറ്റിയത്? ഇങ്ങനെയല്ലേ? ആദ്യം എന്താ ചെയ്യണ്ടേ? അതായത് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. എനിക്കൊന്നും അറിയില്ലല്ലേ അല്ലേ? എനിക്ക് അറിയോ ഇച്ചു ബേബി ഇത് മുട്ടാൻ? ഇതെങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുവോ ആർക്കെങ്കിലും? എനിക്ക് പോകുമ്പോ ഇത് തരുവോ? ഡ്രമ്മ് തരുവോ? തരൂലല്ലേ? തരൂലല്ലോ? തരൂല. ആമിനല്ലേ? ആമിനത് മുട്ടുവോ? ഇല്ല. ആമിനക്ക് പഠിപ്പിച്ചു കൊടുക്കാത്തത് എന്താ? എനിക്ക് മുട്ടറിയില്ല. എന്താണ് ആമിന പഠിപ്പിച്ചു തരാൻ പറ ഇച്ചു ബേബിന്റെ അടുത്ത്. ഇത് ഞങ്ങൾ ഇങ്ങനെ ഓണാക്കി ഇത് തിരിച്ചിപ്പോ താഴ്ത്തിടും അല്ലേ? ഇവനില്ലേ ഏറ്റവും ഇഷ്ടം മുട്ടുന്നതാ. ഈ സംസാരിക്കുന്നൊന്നും തീരെ ഇഷ്ടല്ല അല്ലേ? സംസാരിക്കാൻ ഇഷ്ടാണോ? ഇഷ്ടല്ല. പിന്നെ എന്താ ഇഷ്ടം? എന്താ ഇഷ്ടം? എനിക്ക് മുട്ടാനാണ് ഇഷ്ടം. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? LKG പഠിക്കുന്ന ഒരു കൊച്ചാണ്. ഒന്ന് ഇങ്ങോട്ട് നോക്കണം, നിന്നെ കാണണം. ക്യാമറയിലേക്ക് നോക്ക്, ഹായ് പറയൊന്ന്. ഒന്ന് ചിരിക്ക്. അയ്യോ, എനിക്ക് ചിരി കാണുമ്പോഴോ. LKG പഠിക്കുന്നേ? പിന്നെ എത്രയിലാ? അതല്ലേ ഞാനും പറഞ്ഞേ. ഒന്ന് അതിലേക്ക് നോക്കുവോ? ഇത് കണ്ടിട്ടേ ഈ ഫ്രണ്ട്സ് ഒക്കെ എന്താ പറയാറ്? അത് പൊളിച്ചിട്ടോ. ഇത് താഴെ വീഴൂല. ഇനി ഇതൊന്നും ഇട്ടോ, ഞങ്ങള് ദൂരി. ഇച്ചുബേബിന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇത് കാണാറുണ്ടോ? എന്നിട്ട് ഇച്ചുബേബിന്റെ ഫ്രണ്ട്സ് എന്താ പറഞ്ഞേ? അടിപൊളിയാന്ന് പറഞ്ഞ. ടീച്ചേഴ്സ് എന്ത് പറഞ്ഞു? ഇത് ഇങ്ങോട്ട് നോക്ക, ഇത്ര മടി. നമുക്കൊരു പാട്ടും കൂടി പഠിപ്പിക്കാട്ടോ ഇച്ചുബേബിനെ കൊണ്ട്. കൊട്ടാലേ? നീ അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഞാൻ ചോദിക്കേ. ഇനി അമീന ഏത് പാട്ടാ പാടുന്നേ? ആയിക്കോട്ടെ, പാടിക്കോ. ആമിന ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? 5th ശരിക്കും നിങ്ങൾ നോക്കണം, മനിയൻ ഒരു അസാധ്യ കൊട്ടുകാരനാണെങ്കിൽ ആമിന ഒരു അസാധ്യ പാട്ടുകാരിയാണ്. എന്ത് രസമായിട്ടാ മോളെ പാടുന്നേ. ഇത് ആരാ പഠിപ്പിച്ചിരുന്ന പാട്ട് പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ട് അല്ലേ? വീട്ടിൽ ആരാ അവന് പ്രാക്ടീസ് ഒക്കെ ചെയ്യിപ്പിക്കും? ഉമ്മയൊക്കെ ചെയ്യിപ്പിക്കും. പിന്നെ ഞാൻ ഒരു 25 പ്രാവശ്യമൊക്കെ പാട്ട് കേൾക്കും. എന്നിട്ട് റിലിക്സ് എഴുതിയിട്ട് റിലിക്സ് നോക്കി പഠിക്കും. എനിക്ക് കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ആമിനയുടെ കയ്യിൽ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ബുക്ക് ഉണ്ട്. ഇന്നത്തെ കുട്ടികളൊക്കെ ഇങ്ങനെ എഴുതിയിട്ടൊക്കെ പാടുമോ? ഞാൻ ജാനകമ്മയുടെ കയ്യിലെ കണ്ടിട്ടുണ്ട് ഒരു കുഞ്ഞ പേടെ. ഇപ്പത്തെ മക്കളുടെ കയ്യിലൊന്നും ഇങ്ങനെ ഒരു ബുക്കിൽ എഴുതിയ ഒരു ശീലം ഞാൻ കാണുന്നില്ല. ഇതെങ്ങനെയാ? ഇങ്ങനെ തന്നെ പഠിക്കണം എന്ന് ആരാ പറഞ്ഞേ? അത് ഉമ്മയൊക്കെ പറഞ്ഞുതരും. പിന്നെ മാമനെല്ലാം പറഞ്ഞുതരും ഇങ്ങനെ തന്നെ പഠിക്കണം. പിന്നെ മ്യൂസിക് ക്ലാസ്സിലെ ശ്രീജിത്ത് കൃഷ്ണ സാറും പറഞ്ഞുതരും. ആദ്യം പാട്ട് കേട്ടിട്ടാണ് പഠിക്കേണ്ടത്. അങ്ങനെ പഠിക്കും. നല്ല സൗണ്ടാണ് എന്തായാലും കേട്ടോ. ഇതേ ആമിനത്താത്ത പാടുവോ? ഇഷ്ടാണോ പാടുന്നത്? ഇച്ചു ബേബി പാടുവോ? ഒന്ന് പാട്.
ഒരു പാട്ട് പാടി. ഇത് ഞാൻ വർത്താനം പറയുമ്പോ ഈ കുട്ടി ഇത് ഇങ്ങോട്ടാ പോണം. ഇവിടെ നോക്ക്, ഇതില് നോക്കുവോ? ഇല്ല, ഈ ക്യാമറയിൽ ആരും കാണുന്നില്ലല്ലോ. പിന്നെന്താ? കണ്ടോ? എന്നെ ഒന്ന് നോക്കുവോ? എന്നെ ഒന്ന് നോക്കുവോ? കാണാൻ വേണ്ട എന്റെ മുഖം എന്നാ പറഞ്ഞ. അപ്പൊ തല തിരിച്ചാര്. അതെ, ഇതിന്റെ മുകളിൽ ഞങ്ങൾ പിടിച്ചിരുത്തി എന്തിനാന്നറിയോ? എന്തിനാ? മുട്ടാൻ മാത്രല്ല, വർത്താനം പറഞ്ഞില്ലേ ഞങ്ങൾ തിരിച്ചു ഇവിടെ തന്നെ ഇരുത്തു തലാണേന്റെ മുകളിൽ. ഇതിന്റെ പേരെന്താ? എന്താ? ക്ലേ ബോക്സ്. ക്ലാബ് ബോക്സ് ആണോ ക്ലേ ബോക്സ്? ക്ലാബ് ബോക്സ്. ഇല്ല, ഞാൻ ഇതിന്റെ മുകളിൽ വായിച്ചത്, അല്ലാണ്ട് എനിക്ക് അറിയൂല. ഇത് നോക്കി, ഇതെങ്ങനെയാ മുട്ടണ്ടേ? ഇതിലിപ്പോ മുട്ടാൻ ഏത് പാട്ടാ പാടി തരണ്ടേ? കജറ മോഹബത്ത് വാല് പാടി തരട്ടെ? ഞാൻ പാടി തരട്ടെ? ഞാൻ പാടട്ടെ? ദീദി ആമിന് പാടണോ അത്? ഇപ്പൊ വിചാരിക്കുന്നത് എന്താ, ഈ ഡയലോഗ് അടിക്കാണ്ട് ഒന്ന് പാടിപ്പിച്ച് ആ ഒരു ഇത് എനിക്ക് പറയുന്നുണ്ടാവും. പക്ഷെ വളരെ സ്വീറ്റ് ആയ സൗണ്ടാണ്. അതൊന്നും ഇങ്ങോട്ടേക്ക് വരാ, ഞാൻ പെടണ പാട്. ഓക്കെ ആമിന, പാടാ അല്ലേ? ഓക്കെ. എടോ, എന്നെ ഒന്ന് നോക്കണോ? ഇത്ര നേരം എന്നെ പൊക്കി പറയുന്നു. ഒന്ന് ഇങ്ങോട്ട് നോക്ക്. ഞാൻ ഒക്കെ വാങ്ങിക്കും. എന്റെ സ്നിക്കേഴ്സ് കൊണ്ടോ, എന്റെ കിൻഡർ ജോയ് കൊണ്ടോ, മിൽക്കി ബാർ കൊണ്ടോ, ഒക്കെ കൊണ്ടാ. നിന്റെ ഒക്കെ ഈ വാങ്ങിയില്ലേ? ശരി, ആമിനെ പാടിക്കോ. 1 2 3 स्टार्ट. कजरा मोहब्बत वाला अखियों में हिस्सा डाला, कजरे ने ले ली मेरी जान, आए रे मैं तेरी कुर्बान, दुनिया है मेरे पीछे लेकिन मैं तेरे पीछे, अपना बनाए मेरी जान, आए रे मैं तेरी कुर्बान, कजरा मोहब्बत वाला अखियों में हिस्सा डाला, कजरे ने ले ली मेरी जान, आए रे मैं तेरी कुर्बान. ആമിനക്ക് ഇപ്പൊ എത്ര വയസ്സാന്നാ പറഞ്ഞേ? എനിക്ക് 9. ഒരാൾക്ക് 4. നോക്കണം, ഇവിടെ വച്ചുകളൊക്കെ 30 40 ഒക്കെ ആയി. ഒരു കഴിവ് ഇല്ല. നിങ്ങളുടെ പ്രായത്തിലൊക്കെ ഞങ്ങൾ എന്തൊക്കെയോ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. എന്തൊരു കഴിവാണിത്. ആമിന, ഇപ്പൊ ആമിനെ ഈ പുറത്തൊക്കെ ഇറങ്ങുമ്പോ ആൾക്കാർ പറയൂ ഇത് ആമിനയല്ലേന്ന്? ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ പുറത്തേക്ക് വരുമ്പോ ഇത് മറ്റേ പാട്ടുകാരിയല്ലേ. ബീച്ചിലെല്ലാം പോകുമ്പോ ചായ എല്ലാം കുടിക്കാൻ പോകുമ്പോ കൊട്ടല്ലടോ, ഞങ്ങള് വർത്തമാനം പറഞ്ഞ് കേൾക്കുന്നില്ലേ? ചായ എല്ലാം കുടിക്കാൻ പോകുമ്പോ ചില ആൾക്കാർ പറയും മറ്റേ പാടുന്നല്ലേ, ഞാൻ കാണാനുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം. ഇച്ചു ബേബിന് ആളുകൾ പറയും അത് ഇച്ചു ബേബി അല്ലേന്ന്. അത് പറയണേ മിണ്ടണം, ക്യാമറ നോക്കണം, അപ്പോഴേ ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. അതിൽ എനിക്ക് ആമിനയിൽ കണ്ട വലിയൊരു പ്രത്യേകത എന്താണെന്നറിയോ? ബേബി പാടുന്ന സമയത്ത് അവൾ ആ സ്റ്റേജ് ഇങ്ങനെ എടുക്കും. അതായത് നമ്മൾ അവിടെ മുഖം കാണാൻ എന്ത് രസാന്നറിയോ? ഇങ്ങനെ പാടിയൊക്കെ എടുക്കാൻ. അതൊക്കെ ആരാ പറഞ്ഞിരുന്നേ? അത് ഉമ്മ പറഞ്ഞുതരും. അല്ലാണ്ട് ചെറുപ്പത്തിൽ ഭയങ്കര ഇതെന്താ ചെറുപ്പത്തിലൊക്കെ പാടുമ്പോ ഭയങ്കര എക്സ്പ്രഷൻ ഇപ്പൊ കുറച്ച് എക്സ്പ്രഷൻ മാറും. അതെ, അങ്ങനെയല്ലേ? ഞാനൊരു പാട്ട് പാടാ, കൊട്ടുവോ? വർത്താനം പറയുമ്പോ കൊട്ടാൻ അറിയാല്ലേ? ഭയങ്കര രസാട്ടോ അവന്റെ ചിരി. ഇനി എന്നോട് സംസാരിച്ചില്ലെങ്കിൽ ഞാൻ സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്ന സാധനം ആർക്ക് കൊടുക്കും? ആമിനാക്ക് കൊടുക്കൂല. അപ്പൊ എനിക്ക് വാങ്ങിച്ചൂടെ? ഞാൻ കൊണ്ടുപോകും. ഞാൻ എന്നെ കൊണ്ടുപോട്ടെ? എന്റെ കൂടെ വരുവോ? അതെ, ഫ്രണ്ട്സ് ഇല്ലേ സ്കൂളില്? നേരത്തെ ആരോ പറയുന്ന കേട്ടല്ലോ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന്. സത്യമല്ലേ അത്? അത് സത്യമാണോ? എങ്ങനെ ഇല്ലാതിരിക്കും? അമ്മാരി കൊട്ടല്ലേ ഈ കൊട്ടണത് അല്ലേ? കൂടെ അങ്ങ് പോരും. ഞാൻ നിന്റെ കൂടെ വരട്ടെ, എന്നെ കൊണ്ടുപോകുമോ? എനിക്കൊരു പാട്ട് പാടി തരുവോ? നേരത്തെ പാടാന്ന് പറഞ്ഞേ. ഇനി ഏത് പാട്ടാ ഏത് പാട്ടാ പാടണ്ടേ? ഇച്ചു ബേബി പറയുന്ന പാട്ട് ആമിന് പാടും. ഏത് പാട്ടാ പാടണ്ടേ? എനിക്കറിയില്ല. എന്തടോ, മറ്റൊരു പാട്ടിന്റെ എന്തോ പറഞ്ഞല്ലോ മോളെ നേരത്തെ. നേരത്തെ ഇവൻ പാടാൻ ഒരു പാട്ട് പറഞ്ഞില്ലേ? അമ്പിളിച്ചേലുള്ളാന്ന് തോന്നുന്നു അല്ലേ? പട്ടപാട് പാടുവോ? ഞങ്ങൾക്കില്ലേ ഓൺലി കൊട്ടൽ മാത്രമല്ലാണ്ട് വർത്താനം പറഞ്ഞിരിക്കുന്നതൊന്നും തീരെ ഇഷ്ടമല്ല അല്ലെ? ഇന്നലെ ഇന്നലെ എവിടെയാ പോയത്? ഇന്നലെ എടപ്പാളില് പോയപ്പോഴേ ഞാനൊരു വീഡിയോ കണ്ടല്ലോ. ഈ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നവരുടെ കൂടെ പോയിട്ട് എന്താ അവരുടെ അടുത്ത് പറഞ്ഞേ? ഈ കീബോർഡും തബലയൊക്കെ വായിക്കുന്നവരോട് എന്താ പറഞ്ഞ ബേബി? ഒന്നും പറഞ്ഞിട്ടില്ല.
ഒരിടം അത് കൊട്ടാൻ പഠിപ്പിച്ചു തരുമോന്ന് ചോദിച്ചോ? ഇല്ല. അവരെടുത്ത് പോയിട്ട് കൊട്ടിയോ? അവരടുത്തൊന്നും വന്നിക്കില്ല. ആണോ? പിന്നെ മുട്ടയൊന്നുമില്ല, ഓലടുത്തേക്ക് എന്നെ അങ്ങനെ പോകും. അതങ്ങനെ അവരെ ഇഷ്ടാണോ? അവരെ ഇഷ്ടല്ല. പിന്നെ അവരെടുത്തേക്ക് പോയത് എന്തിനാ? ഇനി പാട്ട് പാടുവോ? ഇനി മോള് പാടുവോ? എടാ സാധാരണ എല്ലാ കുട്ടികളും എന്റെ അടുത്ത് മിണ്ടുന്നതാടാ, നീ എന്താടാ എന്റെ അടുത്ത് മിണ്ടാത്തെ? ഇനി അവനെ മിണ്ടിക്കണ്ട കേട്ടോ. ഓക്കെ ആമിന, നമുക്ക് മിണ്ടാം. ഇവൻ കിടന്ന് കൊട്ടട്ടെ കേട്ടോ. നമുക്ക് മിണ്ടാൻ വയ്യല്ലോ, അപ്പൊ കൊട്ടിയാ മതി കേട്ടോ. ഞാൻ ആമിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടേ, അതിന്റെ ഇടയിൽ കൂടെ കൊട്ടുവോ? ഓക്കെ, ഞാൻ ഇവരോടൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ഓക്കെ ആമിന, ഇപ്പോ സ്കൂളിലെ ടീച്ചേഴ്സ്മാരൊക്കെ നല്ല സപ്പോർട്ടാണോ? ഭയങ്കര സപ്പോർട്ടാ. ടീച്ചേഴ്സ്മാർക്ക് പറയൂ മിത്തുവാ നല്ലോണം പാടുന്നുണ്ടല്ലോ അങ്ങനെയൊക്കെ പറയും. ആമിന മിത്തുവ, അതാണ് കേട്ടോ പേര്. നല്ലൊരു പേര്, നമുക്ക് മാച്ച് ആയൊരു പേരും അല്ലേ, ആമിന മിത്തുവ. ഇത് ഇപ്പൊ എപ്പോഴാ മോള് പാടാനൊന്നും ശരിക്കും ഇഷ്ടപ്പെട്ട് പാടുമായിരുന്നോ, അല്ലെങ്കിൽ ഉമ്മ പറഞ്ഞതാണോ പാടാൻ? ഉമ്മ പറഞ്ഞതല്ല, എനിക്ക് ഇഷ്ടമായിട്ട് ഞാൻ പാടി. ഏത് സിംഗർ ഏറ്റവും ഇഷ്ടം? ശ്രേയ ഘോഷാൽ, പിന്നെ ചിത്ര ചേച്ചി, ജാനകി അമ്മ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടിട്ടുണ്ടോ അവിടെ ആരെങ്കിലും? ഇല്ല. നീ കാണാൻ എന്തായാലും ഒരു ചാൻസ് കിട്ടും, അതെനിക്ക് ഉറപ്പാ. ഇപ്പൊ ശ്രേയ ചേച്ചിയൊക്കെ പറയുകയാണെങ്കിലോ, ശ്രേയ ചേച്ചിന്റെ കൂടെ ഒരു പാട്ട് പാടണം എന്ന് ആമിനിന്റെ അടുത്ത് പറഞ്ഞാ എന്തായിരിക്കും? അയ്യോ എനിക്ക് വയ്യ. ഈ പാട്ടൊക്കെ കുറെ പാടുമ്പോഴേ നല്ല രീതിയിൽ പെർഫോം ചെയ്യണം എന്നൊക്കെ പറയുമ്പോ ഉമ്മയും ഉപ്പയൊക്കെ എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ വാങ്ങി തരാറുണ്ടോ? ഓ തരാറുണ്ട്. പറയൂ നല്ലോണം പാടാൻ ഞാൻ നിനക്ക് മറ്റേ വർഷം അപ്പൊ ഞാൻ നല്ലോണം പാടും, അപ്പൊ വാങ്ങിത്തരും അല്ലേ? അങ്ങനെ ശരിക്കും വാങ്ങിത്തരാൻ പറ്റിക്കാറൊന്നും ഇല്ലല്ലോ. ഇയാക്കോ ഇച്ചു ബേബിക്കോ? നിങ്ങൾ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോ എന്താ ചെയ്യാ? മുട്ടും പാട്ടും നല്ലൊരു ഇതല്ലേ. ഇവൻ മുട്ടും, നിങ്ങൾ പാടും, ഉമ്മ പാടും തോന്നുന്നല്ലേ? ഒരു കലാ കുടുംബമാണ് അല്ലേ? നിങ്ങളുടെ ഫാമിലി എങ്ങനെയാ? ഒഴിവു സമയങ്ങളിൽ മുട്ടാറാണോ പതിവ്? ഞാൻ അറിയാണ്ട് എന്റെ അടുത്തേക്ക് വന്നു. ഓക്കെ, ഇനി എന്ത് പാട്ടാ പാടിക്കുന്നേ? പാടിത്തരുന്ന ഞങ്ങക്ക് പടവാൾ. ഇതില് മാച്ച് ആലോചിച്ചു ബേബി. ഓക്കെ, കൊട്ടിക്കോ. 1 2 3 സ്റ്റാർട്ട്. പടവാളേ വിഴിയുള്ളോളേ പഞ്ചാര മൊഴിയുള്ളോളേ പദപൊങ്ങും ചിരിയുള്ള പൂങ്കണിത്തേവി പിന്നെ സൈനബ ബീവി ചെഞ്ചോര ചുണ്ടിലുണ്ട് നല്ല മുഞ്ചുള്ള താമര ചെണ്ട് ചെഞ്ചോര ചുണ്ടിലുണ്ട് നല്ല മുഞ്ചുള്ള താമര ചെണ്ട് അതിരത്ത് പെണ്ണിന്റെ കൽവിൽ റബ്ബ് കുതിരത്തൊലിപ്പിച്ചു ചേലിൽ അതിരത്ത് പെണ്ണിന്റെ കൽവിൽ റബ്ബ് കുതിരത്തൊലിപ്പിച്ചു ചേലിൽ കസവണിഞ്ഞ തേങ്കിനാക്കൾ പൂക്കളായി വിരിഞ്ഞു താരകന്ന മാനസത്തിൽ അമ്പിളി തെളിഞ്ഞു കസവണിഞ്ഞ തേങ്കിനാക്കൾ പൂക്കളായി വിരിഞ്ഞു താരകന്ന മാനസത്തിൽ അമ്പിളി തെളിഞ്ഞു പടവാള് മിഴിയുള്ളോള് പഞ്ചാര മൊഴിയുള്ളോള് പദപൊങ്ങും ചിരിയുള്ള പൂങ്കണിത്തേവി പിന്നെ സൈനബ ബീവി. അടിപൊളി. ഇത് എപ്പോഴെങ്കിലും ഇപ്പൊ സ്കൂളിലോ അല്ലെങ്കിൽ പുറത്തൊക്കെ ഉള്ളവരൊക്കെ പാട്ടൊക്കെ പാടിപ്പിക്കുവോ അമിനെ കാണുമ്പോ? ഏറ്റവും കൂടുതൽ ഏത് പാടി കൊടുക്കാറ് അമിന? ജബ് ഹം ജവാഹുങ്കി ഏറ്റവും കൂടുതൽ എല്ലാവർക്കും പാടിക്കൊടുക്കല പാട്ടാ. ആണോ? ഈ ലിറിക്സ് ഒക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ മോളെ? പെട്ടെന്ന് പഠിക്കുവോ? എഴുതി പെട്ടെന്ന് തന്നെ പഠിക്കും അല്ലേ? ഓക്കെ. സ്കൂളിൽ പഠിക്കാൻ പഠിക്കുകയാണോ? അത്യാവശ്യം പഠിക്കും. ടീച്ചേഴ്സ്മാരൊക്കെ ഒരു സപ്പോർട്ട് ആയതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ? ശരിക്കും സ്കൂളിലൊക്കെ സെലിബ്രിറ്റി ഒരു ഇതാണോ? സെലിബ്രിറ്റി തന്നെയാണോ? ഫ്രണ്ട്സ് എല്ലാം പറയും വലിയ സെലിബ്രിറ്റി വേണ്ട. അപ്പൊ എന്താ തിരിച്ചു പറയും? ഞാൻ സെലിബ്രിറ്റി ഒന്നുമില്ല. ഇന്റർവ്യൂസ് ഒക്കെ ഇപ്പൊ കാണുന്നുണ്ടല്ലോ ആളുകളൊക്കെ അല്ലേ? കുറെ ആളുകൾക്ക് അറിയും ചെയ്യാ അല്ലേ? ഇപ്പൊ ഈ സിനിമയെന്നൊക്കെ അല്ലെങ്കിൽ അങ്ങനത്തെ ആരെങ്കിലും ഒക്കെ മെസ്സേജ് ചെയ്യേ കമന്റ് ചെയ്യൊക്കെ ഉണ്ടായിരുന്നു? ഒരാള് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വിളിച്ചിരുന്നു. അവിടേക്കാ പോയത് റൂട്ട് അല്ലേ? സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചാ പോവോ? പാട്ടാണ് പക്ഷെ കൂടുതൽ ഇഷ്ടം, അഭിനയിക്കാൻ അത്ര ഇഷ്ടല്ല. ഇത് ആരാ ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാരാ? നടന് മമ്മൂട്ടി. നമുക്ക് ഇതൊക്കെ ഏത് ജനറേഷനാ ഈ പറയുന്നേ? മമ്മൂക്കേന്റെ മോളൊക്കെ ആയിട്ട് അഭിനയിക്കാൻ വിളിച്ചാ പോവോ? അപ്പൊ പാട്ടാണ് ഇഷ്ടം എന്ന് പറയുവോ?
അപ്പോഴും പറയും അത് ഇനി ആരെ വിളിച്ചാലും പാട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഉള്ളു അല്ലേ? പാട്ട് കഴിഞ്ഞാലാണ് അഭിനയം മറ്റേ ഡാൻസ് ഒക്കെ ഉള്ളു. പാട്ടാണ് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടം അല്ലേ? ഈ ഇച്ചു ബേബിന്റെ അടുത്ത് മോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടോ? ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുമോ? ഓന ഞാൻ പറഞ്ഞു കൊടുക്കലൊന്നുമില്ല. ഓനങ്ങ് മുട്ടും. കേൾക്കാത്ത പാട്ട് കേട്ടാലും ഓനങ്ങ് മുട്ടും. അത് മോൾ ഏത് പാട്ട് പാടിയാലും ഏത് പാട്ട് പാടിയാലും മുട്ടും. കലാകാരാ ഇനി ഏത് പാട്ടാ പാടുന്നത്? ഇപ്പൊ പാടിയില്ല ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്, അത് പാടി തരുമോ? पाटा 1 2 3 स्टार्ट. जब हम जवा होंगे जाने कहाँ होंगे, जब हम जवा होंगे जाने कहाँ होंगे, लेकिन जाओगे वहाँ फरियाद करेंगे तुझे याद करेंगे, जब हम जवा होंगे जाने कहाँ होंगे, लेकिन जाओगे वहाँ फरियाद करेंगे तुझे याद करेंगे, जब हम जवा होंगे. കൈയടിക്കോ? അടിക്കോ? എനിക്ക് ഞാൻ അറിയാതെ ഇവന്റെ അടുത്ത് അങ്ങ് എത്തും. ഞാൻ എന്തെങ്കിലും വേണ്ടി അപ്പം പിന്നെ ഇവനിങ്ങനെ